നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സമൂഹത്തിൽ കാണുന്ന ഷിർക്കിനെതിരെ, ബിദ്അത്തുകൾക്കെതിരെ, ധൂർത്തിനെതിരെ, ആർഭാടങ്ങൾക്കെതിരെ, മറ്റു അനിസ്ലാമിക പ്രബോധനങ്ങൾക്കെതിരെ നമ്മൾ ഈ മൂന്നിൽ ഏത് തരത്തിലാണ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്? നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിൽ മറ്റുള്ള കൽപ്പനകളൊക്കെ നമ്മൾ അനുസരിക്കുന്നു. പക്ഷേ ഈ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കൽപ്പന, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ ബിയദീ ബിനഫ്സിഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലതഅമുറന്ന ബിൽ മഅറൂഫി വലതൻഹൗഅന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം. ഔ അല്ലെങ്കിൽ ലയൂഷിക്കുല്ലാഹു അൻ യബ്അസ ഇഖാബൻ മിൻഹു, അല്ലാഹു അവനിൽ നിന്നുമുള്ള വല്ല ശിക്ഷയും നിങ്ങളിലേക്ക് വന്ന് ഭവിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സുമ്മ തദ്ഊന ഇലൈഹി ഫലാ യുസ്തജാബു ലക്കും, പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇന്ന് സമൂഹത്തിൽ അനുദിനമെന്നോണം തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ന്യായത്തെക്കാൾ അന്യായത്തിനാണ്, സത്യത്തെക്കാൾ അസത്യത്തിനാണ്, ധർമ്മത്തെക്കാൾ അധർമ്മത്തിനാണ് ഇന്ന് സമൂഹത്തിൽ പ്രചാരം സിദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അടിസ്ഥാന കാരണം? അള്ളാഹുവിൻ്റെ ശിക്ഷയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പടച്ചതമ്പുരാനെ, സമൂഹത്തെ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ, നാട്ടിൽ സമാധാനമുണ്ടാക്കണമേ തുടങ്ങിയ പ്രാർത്ഥനകൾ നമ്മൾ നടത്തിയാൽ പ്രവാചകൻ പറഞ്ഞു, സുമ്മ തദ്ഊന ഇലൈഹി ഫലാ യുസ്തജാബു ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യൂല. ഈ രംഗത്ത് നന്മ സംസ്ഥാപിതമാകുവാൻ, തിന്മ ഉച്ചാടനം ചെയ്യപ്പെടുവാൻ എന്ത് പ്രവർത്തനം നമ്മൾ ചെയ്തു? അതാണ് ഏറെ ചിന്തിക്കേണ്ടതുള്ളത്. പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥനക്കോ പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനത്തിനോ ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. അതുകൊണ്ട് ഈ രംഗത്ത് നമുക്ക് എന്താണ് വിലങ്ങുതടിയായി നിൽക്കുന്നത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഇസ്ലാമിലെ ഓരോ അംഗത്തിനും ബാധ്യതയായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് വരാൻ, ഇസ്ലാമിക പ്രബോധനത്തിൽ ഭാഗവാക്കാകുവാൻ നമുക്ക് തടസ്സമായിട്ടുള്ളത് എന്താണ്? നാം ഓരോരുത്തരും ചിന്തിക്കുക. ഒന്നാമതായി നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രണ്ടാമതായി തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മൂന്നാമതായി ഈ ദുനിയാവിനേക്കാളേറെ പരലോകത്തിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്? ഇത് കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലൂൻ. അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള, വെറുപ്പുള്ള കാര്യമാണ്. അപ്പം അതിനുള്ള ഒരു യോഗ്യത നാം നേടിയെടുക്കുക. ആവുന്നത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ തിന്മകൾ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉച്ചാടനം ചെയ്യുക. രണ്ടാമതായി വേണ്ടത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുക. ഇത് പരിശുദ്ധ ഖുർആൻ നൽകുന്നത് പോലെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മൂന്നാമതായി നമുക്ക് വേണ്ടത് ഈ ലോക ജീവിതത്തെക്കാളേറെ പരലോക ജീവിതത്തെ ഭയപ്പെടുക. പലപ്പോഴും ഒരു വൃത്തികേട് കാണുമ്പോൾ, ഒരു ഷിർക്ക് കാണുമ്പോൾ, ഒരു ബിദ്അത്ത് കാണുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ട് വെറുതെ അവരുടെ വെറുപ്പ് ഞാൻ സമ്പാദിക്കേണ്ടതില്ല, അവരുടെ നിസ്സഹകരണം ഞാൻ സമ്പാദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് ഞാൻ പറയുക വഴി എനിക്ക് ദുനിയാവിൽ ഇന്ന നഷ്ടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്, പലരുടെയും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും, പലരുടെയും നിസ്സഹകരണം സമ്പാദിക്കേണ്ടി വരും തുടങ്ങിയ ഭൗതിക ചിന്തകളാണ്. ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ കാണിക്കുകയും വആസറൽ ഹയാത്തദ് ദുനിയ, ഈ ലോക ജീവിതത്തെ അവൻ മുഖ്യമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, അവൻ്റെ മടക്കസ്ഥാനം
നരകമാണ് എന്ന് അള്ളാഹു പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ഭൗതിക ചിന്താഗതികൾ നാം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയ ഒരു തിന്മ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അത് പ്രതിരോധിക്കുന്നതിൽ നിന്നും ഈ ഭൗതിക ചിന്തകൾ നമുക്ക് തടസ്സമാക്കരുത്. പ്രവാചകൻ പറഞ്ഞ 3 കാര്യങ്ങൾ: ബിയദിഹി, അവൻ്റെ കരം കൊണ്ട് തടയണം. കഴിവ്, സ്വാധീനം, സമ്പത്ത്, അധികാരം മുതലായവ ഉപയോഗിച്ച് തടയാൻ പറ്റുന്നത് അങ്ങനെ തടയണം. ഫൈൻലം യസ്തതി ഫബിലിസാനിഹി, പറ്റാത്തടത്ത് നാവ് ഉപയോഗപ്പെടുത്തണം. അവൻ്റെ സംസാരം, എഴുത്ത് തുടങ്ങിയ മീഡിയകളിൽ കൂടി ഉള്ള മറ്റുള്ള രീതിയിലുള്ള തിന്മ തടയൽ. അതും സാധ്യമല്ലെങ്കിൽ അവൻ മനസ്സുകൊണ്ട് വെറുത്ത് ആ തിന്മയുമായി വിട്ടു നിൽക്കണം. ആ 3ാമത്തെ സ്റ്റേജ് വദാലിക അൽഅഫുൽ ഈമാൻ, ഏറ്റവും ദുർബലമായ ഈമാനാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, വലൈസ ബഅദ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, അതുപോലും ചെയ്യാത്ത ഒരു മനുഷ്യന് ഒരു കടുക് മണിത്തൂക്കം ഈമാൻ ഇല്ല എന്നും പ്രവാചകൻ പറഞ്ഞു. നമുക്കറിയാലോ, ബനി ഇസ്രായേലുകൾ ശപിക്കപ്പെട്ട സംഭവം. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയമ എന്ന് പറഞ്ഞിട്ട് സൂറ മാഇദയിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്താണ് അവർ ശപിക്കപ്പെടാൻ കാരണം? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവരിൽ കാണുന്ന തിന്മകൾ അവർ നിരോധിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ തിന്മ ചെയ്യുന്ന ആളുകളോട് അവർ അതിരറ്റ മൈത്രീബന്ധം പുലർത്തുകയും അത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഭാഗവാക്കാകുകയും ചെയ്യുമായിരുന്നു. സൂറത്ത് മാഇദയിൽ നമുക്ക് ഈ ആയത്ത്